നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അന്വേഷണത്തിൽ അതൃപ്തി. ചലച്ചിത്ര നടിക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാൻ തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണമെന്ന് DGPക്ക് ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശം. കൊച്ചിയിലെ സംഭവം സംസ്ഥാന സർക്കാരിന്റെ നാണക്കേടെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി മേനകാ ഗാന്ധി. ക്രിമിനലുകളെ അല്ല, സ്ത്രീകളെ സംരക്ഷിക്കാനാണ് സർക്കാർ തയ്യാറാകേണ്ടത്. പ്രതികളെ പിടികൂടാൻ മനുഷ്യത്വവും ധൈര്യവും സംസ്ഥാന സർക്കാർ കാണിക്കണമെന്നും വിമർശനം. നടിക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു. കേസിൽ മുഖ്യപ്രതികൾക്കായി തിരച്ചിൽ തുടരുന്നതിനിടെ ഹൈക്കോടതിയിൽ പൾസർ സുനിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ. കേസിൽ തന്നെ കുടുക്കിയതാണെന്നും നീതി കിട്ടണമെന്നും വാദം. ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ഗുണ്ടാവേട്ടയ്ക്ക് നിർദ്ദേശം. സംസ്ഥാനത്ത് ഗുണ്ടാവേട്ട കർശനമാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഇതിനായി സംസ്ഥാന ഇന്റലിജൻസ് തയ്യാറാക്കിയത് 2010 ക്രിമിനലുകളുടെ പട്ടിക. ഇവർക്കെതിരെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് ജില്ലാ കളക്ടർമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടപടി കൊച്ചിയിൽ നടിക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ. കളക്ടർമാർക്കും IG-മാർക്കും SP-മാർക്കും ഇന്റലിജൻസ് കൈമാറിയ പട്ടികയനുസരിച്ച് ആലപ്പുഴയിൽ 336ഉം കണ്ണൂരിൽ 305ഉം തിരുവനന്തപുരത്ത് 236ഉം കൊച്ചിയിൽ 85ഉമാണ് ഗുണ്ടകളുടെ എണ്ണം. സംസ്ഥാനത്ത് ഗുണ്ട ആക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയിരുന്നു. നിയമ പോരാട്ടത്തിന് DMK. തമിഴ്നാട്ടിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പ് ചോദ്യം ചെയ്ത് DMK കോടതിയിൽ. മുഖ്യമന്ത്രി എടപ്പാടി പഴനിസ്വാമിയുടെ വിശ്വാസ വോട്ട് റദ്ദാക്കണമെന്ന ആവശ്യം. നടപടി. ഇതേ ആവശ്യമുന്നയിച്ച് പനീർശെൽവവും MK സ്റ്റാലിനും ഗവർണർക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഹർജിയിൽ നാളെ കോടതി വാദം കേൾക്കും. വിശ്വാസ വോട്ടെടുപ്പ് ദിവസം സഭയിൽ അരങ്ങേറിയ നാടകീയ സംഭവങ്ങളിൽ ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് നിയമസഭാ സെക്രട്ടറി. 2 തവണ വോട്ടെടുപ്പ് തടസ്സപ്പെട്ട സമ്മേളനത്തിൽ DMK അംഗങ്ങൾ പ്രതിഷേധിച്ചത് സ്പീക്കറുടെ കസേരയിൽ കയറിയിരുന്നും സഭാരേഖകൾ കീറിക്കളഞ്ഞു. അതിനിടെ ശശികലയുടെ ഭർത്താവ് നടരാജനെതിരായ അഴിമതി കേസിൽ അന്തിമവാദം 27-ന് തുടങ്ങും. 1994-ൽ നടന്ന ആഡംബര കാർ ഇറക്കുമതിയിൽ അഴിമതി നടന്നു എന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി കണ്ടെത്തിയിരുന്നു. ഇതിനെതിരെ നടരാജൻ നൽകിയ അപ്പീലാണ് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. വിജിലൻസിനെതിരെ കോടതി. വിജിലൻസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംസ്ഥാനത്ത് വിജിലൻസ് രാജാണോ എന്ന് ചോദ്യം. മന്ത്രിസഭാ തീരുമാനങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന നടപടി അപക്വം. DGP സ്ഥാനക്കയറ്റത്തിനെതിരെ നടന്ന അന്വേഷണം ശരിയല്ലെന്നും ശങ്കർ റെഡ്ഡിക്കെതിരായ കേസ് പരിഗണിക്കവേ കോടതിയുടെ പരാമർശം. UDF സർക്കാരിന്റെ കാലത്ത് ശങ്കർ റെഡ്ഡിക്ക് DGP-ആയി സ്ഥാനക്കയറ്റം നൽകിയതിൽ ചട്ടലംഘനമുണ്ടെന്ന റിപ്പോർട്ട് വിജിലൻസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പുതിയതായി വന്ന സർക്കാരും നിയമനം അംഗീകരിച്ചതോടെ വിജിലൻസിന് അത് എങ്ങനെ ചോദ്യം ചെയ്യാനാകുമെന്നും ഹൈക്കോടതി. അതിനിടെ അഴിമതി കേസുകൾ തീർപ്പാക്കുന്നതിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് വീണ്ടും VS. അഴിമതിക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് പ്രസംഗം മാത്രം. അധികാരത്തിലെത്തുമ്പോൾ നടപടിയെടുക്കാൻ മടിക്കുന്നു. പാമോലിൻ, ടൈറ്റാനിയം അടക്കമുള്ള കേസുകളിൽ വിജിലൻസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്നും VS അച്യുതാനന്ദൻ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2765 രൂപ, പവൻ 22,120 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.